ഹലോ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ടോപ്പ് എക്സ് പി സിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ദിവസം വരാൻ പോകുന്ന ASM അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ മാത്തമാറ്റിക്സ് പോർഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഈ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് കാണണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സെഷനാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം നോക്കുക. ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ വിജയിച്ചു. വിജയിച്ച കുട്ടികളുടെ എണ്ണം 60 ആണെങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം എത്ര? എടാ, ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. അപ്പോൾ ഈ ക്ലാസ്സിലുള്ള ആ പരീക്ഷ എഴുതിയ മുഴുവൻ ആളുകളുടെയും ശതമാനം എന്ന് പറഞ്ഞ് എപ്പോഴും നമ്മൾ 100% എടുക്കുക. ക്ലിയർ ആണേ? അപ്പോൾ അതിൽ 30% പേര് എന്ത് ചെയ്തു? പരീക്ഷയ്ക്ക് വിജയിച്ചു. ആ വിജയിച്ചവരുടെ എണ്ണമാണ് ഈ പറഞ്ഞിരിക്കുന്ന 60. അപ്പോൾ അതിൽ എത്ര ശതമാനം ആൾക്കാർ തോറ്റിട്ടുണ്ടാവും? ആകെ പരീക്ഷ എഴുതിയവരെ മൊത്തത്തിൽ നമ്മൾ എടുക്കുന്ന 100%. അതിൽ 30% വിജയിച്ചുവെങ്കിൽ തോറ്റവരുടെ ശതമാനം എത്രയായിരിക്കും? 70% തോറ്റത്. ഓക്കെ ആണേ? അപ്പം നോക്കുക, 30% എന്ന് പറയുന്നത് 60 ആണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 60/30 ആയിരിക്കും. ഓക്കെ ആണല്ലോ? 10 പേനയ്ക്ക് 100 രൂപയാണെങ്കിൽ ഒരു പേനയ്ക്ക് എത്ര? 100/10 എന്നുള്ള സാധാരണ മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ 1% എന്ന് പറയുന്നത് 60/30 ആണെങ്കിൽ 70% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 60/30 × 70. നോക്കുക, ഒരു മിഠായിക്ക് 5 രൂപയാണെങ്കിൽ 10 മിഠായിക്ക് എത്രയായിരിക്കും? 10 × 5 എന്ന് പറയുന്ന പോലെ 1% 60/30 ആണെങ്കിൽ 70% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 60/30 × 70. ഇവിടെ 0 വെട്ടിപ്പോവും. ഇവിടെ 60 3 വെട്ടിപ്പോയിട്ട് ഇവിടെ എത്ര വരും? 20 വരും. 20 × 7 140 എന്ന് ഉത്തരം കിട്ടും. അതായത് ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത ചോദ്യം നോക്കുക. ഒരു ത്രികോണത്തിൻ്റെ കോണളവുകൾ, ആംഗിൾ. അപ്പം നമുക്ക് എന്താ ഉള്ളത്? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ആംഗിളുകൾ എന്ന് പറയുന്നത് ഏത് റേഷ്യോയിലാണ്? 2:3:4. ഓക്കെ ആണല്ലോ? അപ്പം ആകെ മൊത്തം ഉള്ള ആംഗിൾ, അതായത് ഈ 3 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത്, അതായത് ഈ 3 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ ഉള്ള ടോട്ടൽ ഭാഗത്തിൻ്റെ എങ്ങനെ 2 ഭാഗം 3 ഭാഗം 4 ഭാഗം എന്നിങ്ങനെയാണ് ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകൾ ഉള്ളത്. അംശബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കതാ, ഇപ്പം ഇത് ഓക്കെ. അപ്പം ഇപ്പം ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. അംശബന്ധമാകുമ്പോൾ നമ്മൾ എന്തെന്ന് എടുക്കുന്നത്? ആ 3 ആംഗിളും എങ്ങനെ എടുക്കും? 2x 3x 4x എന്ന് വരുന്നു എടുക്കും. ഓക്കെ ആണല്ലോ? അത് രണ്ട് രീതിയിൽ ചെയ്യാം. എക്സ് വെച്ചിട്ടും ചെയ്യാം, അല്ലാണ്ടും ചെയ്യാം. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? ടോട്ടൽ 9 ഭാഗമുണ്ട് അല്ലേ? ഇതിൻ്റെ അകത്തുള്ള നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആ ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ കോണളവും ഏറ്റവും ചെറിയ കോണളവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഏറ്റവും വലിയ കോണളവ് എന്ന് പറയും. അപ്പം മൊത്തം എത്ര ഭാഗം ഉണ്ടടാ? മൊത്തം എത്ര ഭാഗമുണ്ട്? 2 + 3 + 4 = 9 ഭാഗം ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് 4 ആണ്. അപ്പം 9ൽ 4 ഭാഗം. ഓക്കെ, ഇതാണ് ഏറ്റവും വലിയ കോണളവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി 2ൽ ഏറ്റവും ചെറിയ കോണളവ് എന്ന് പറയുന്നതായിരിക്കും 2 ഭാഗമുള്ളതായിരിക്കും. 2ൽ 9ൽ 2 ഭാഗമായിരിക്കും ഏറ്റവും ചെറിയ കോണളവ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇനി എന്ത് ചെയ്യാം? നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഇതിൻ്റെ വ്യത്യാസം കാണുക. എന്താണ്? 4/9 - 2/9 സമം 2/9 എന്ന് വരും. 2/9 എന്ന് പറയും. ഇത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. ഈ 3 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ വലിയ ആംഗിളിൻ്റെ വലിയ കോണളവിന് മൈനസ് ചെറിയ കോണളവ് എന്ന് പറയുന്നത് 2/9 ഭാഗമാണ്. അതായത് ഈ മൊത്തം ആംഗിളിൻ്റെ 2/9 ഭാഗം. എന്നാൽ ഞാൻ 2/9 × 180 ചെയ്താൽ മതി. ഇതും വെട്ടിപ്പോവും. എത്ര വരും? ഇത് 20 വരും. 20 × 20 40 എന്ന് വരും. അതായത് ഈ ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ കോണളവും ഏറ്റവും ചെറിയ കോണളവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 40 ആയിരിക്കും. ഇനി അങ്ങനെ മനസ്സിലാവാത്തവർക്ക് വേറൊരു രീതി ഞാൻ പറഞ്ഞുതരാം. ഇതാ ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് മൊത്തം 2:3:9 എന്നല്ലേ? അപ്പോൾ ആകെ 9 ഭാഗമുണ്ട്. അപ്പം ഏറ്റവും ചെറിയ കോണളവ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഏറ്റവും ചെറിയ അംശമുള്ളത് ഏതാണ്? 2ൽ 9. ഏറ്റവും വലിയ കോണളവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അംശമുള്ളത് 4. 9ൽ 4 ഭാഗം. 9ൽ 2 ഭാഗം എന്ന് പറയാം. 2/9 × ഈ മൊത്തം ഭാഗത്തിൻ്റെ 2ൽ 9. മൊത്തം ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ 3 ആംഗിളിൻ്റെയും തുക നമുക്കറിയാവുന്നൊരു ഫോർമുലയുണ്ട്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ട്.
ഒരു ട്രയാങ്കിളിൻ്റെ 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 2/9 ഇൻറ്റു 180 എന്ന് പറയുമ്പോൾ ഇതും വെട്ടിപ്പോവും. എത്ര വരും? ഇവിടെ 20 വരും, സമം 40 എന്ന് വരും. ഓക്കെ, ഇനി 4/9 എന്ന് പറഞ്ഞ് 4/9 ഭാഗം എന്ന് പറഞ്ഞാൽ മൊത്തം ആംഗിളിൻ്റെ 4/9 ഭാഗം. അത് വീണ്ടും വെട്ടുമ്പോൾ എത്ര വരും? ഇതാ ഇവിടെ നോക്കുക, ഇവിടെയും 20 വരും, ഇവിടെ എത്ര വരും? 20 ഇൻറ്റു 40 80 വരും. ഇത് തമ്മിൽ കുറച്ചാൽ മതി. ഏറ്റവും വലിയ കോണളവ് 80 ഡിഗ്രിയും ഏറ്റവും ചെറിയ കോണളവ് 40 ഡിഗ്രിയും ആയിരിക്കും. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 80 മൈനസ് 40 40 ആയിരിക്കും. രണ്ട് രീതിയിലും ചെയ്താലും സെയിം ഉത്തരം നമുക്ക് കിട്ടും. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ എനിക്ക് വേണ്ടത് നിങ്ങളുടെ ശ്രദ്ധയാണ്. അപ്പോൾ ഈ ചോദ്യം നോക്കുക, എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്ക് നേർദൂരം 15 കിലോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ ഇതാ നോക്കുക, എ എന്ന സ്ഥലം ഇത്, ബി എന്ന സ്ഥലം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 കിലോമീറ്റർ ആണ്. ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഓക്കെ, ഇനി എ എന്ന് പറയുന്ന ഒരു വ്യക്തി 6 മണിക്ക് എന്ത് ചെയ്യുന്നു? ഈ 6 മണിക്ക് ഒരാൾ എയിൽ നിന്നും പുറപ്പെടുന്നു. എങ്ങോട്ട്? ബിയിലേക്ക്. അയാളുടെ വേഗത എത്രയാണ്? ഇതാ നോക്കുക, 10 കിലോമീറ്റർ പെർ അവർ. 1 മണിക്കൂറിൽ അയാൾ സഞ്ചരിക്കുന്നത് 10 കിലോമീറ്റർ ആണ്. ഇതുപോലെ മറ്റൊരാൾ അതേ സമയത്ത് ബിയിൽ നിന്നും പുറപ്പെട്ട് 20 കിലോമീറ്റർ പെർ മണിക്കൂറിൽ വേഗതയിൽ എയിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ ബിയിൽ നിന്നും എന്ത് ചെയ്യുന്നു? മറ്റൊരാൾ ഇങ്ങോട്ട് സഞ്ചരിക്കുന്നുണ്ട്. അയാളുടെ വേഗത എത്രയാണ്? 20 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഏത് സമയത്ത് ഇവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടും? ഓക്കെ ആണല്ലോടാ? അപ്പം ഞാൻ ചോദിക്കട്ടെ, 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എളുപ്പ വഴിയിൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ ഒരാൾ സഞ്ചരിക്കുമെങ്കിൽ അരമണിക്കൂറിൽ ഇയാൾ എന്ത് സഞ്ചരിക്കും? അരമണിക്കൂർ, അതായത് 30 മിനിറ്റിൽ ഇയാൾ എത്ര ദൂരം സഞ്ചരിക്കും? 5 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ നോക്കുക, അരമണിക്കൂറിൽ ഇയാൾ 30 മിനിറ്റ് കൊണ്ട് ഇയാൾ എത്ര ദൂരം സഞ്ചരിച്ചു? 5 കിലോമീറ്റർ. ഓക്കെ ആണല്ലോ? ഇനി 1 മണിക്കൂറിൽ 20 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരാൾ 30 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കുക? 30 മിനിറ്റിൽ അതിൻ്റെ നേർ പകുതിയായ 10 കിലോമീറ്റർ. അപ്പോൾ നോക്കുക, ആദ്യത്തെ അരമണിക്കൂർ കഴിയുമ്പോൾ എയിൽ നിന്നും സഞ്ചരിക്കുന്ന ആൾ 5 കിലോമീറ്ററും ബിയിൽ നിന്നും സഞ്ചരിക്കുന്ന ആൾ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 10 കിലോമീറ്റർ സഞ്ചരിക്കും. മൊത്തം ഈ 5ഉം 10ഉം കൂടെ കൂട്ടി നോക്കിക്കേ, നമ്മുടെ മൊത്തം 15 ആയില്ലേ? അതായത് ആദ്യത്തെ അരമണിക്കൂർ കഴിയുമ്പം ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? കണ്ടുമുട്ടുന്നു. 6 മണിക്ക് ഇയാൾ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അരമണിക്കൂർ കഴിയാന്ന് പറയുമ്പം 6:30. അപ്പം നമ്മളുടെ ഓപ്ഷൻ ഡി 6:30 ആയിരിക്കും ആൻസർ. അതായത് ഫോർമുല ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2 മുതലുള്ള ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക. 2 മുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മുതലുള്ള ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ. അപ്പോൾ 50 എണ്ണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 50 വരെ എന്നല്ല, 50 ഇരട്ട സംഖ്യകളുടെ. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, എണ്ണമാണ് 50. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയാൻ n ഇൻറ്റു n പ്ലസ് 1 ആണ് അല്ലേ? നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരാശരിയാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണ്. തുക ബൈ എണ്ണമാണ്. അപ്പോൾ തുക എന്ന് പറഞ്ഞാൽ n എണ്ണം ഉണ്ടെങ്കിൽ തുക എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 ആണ്. ഇനി എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? n ആണ്. അപ്പോൾ ഇത് വെട്ടിപ്പോയിട്ട് n പ്ലസ് 1. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിട്ടുണ്ട്, ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് n പ്ലസ് 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും 50 അധികം 1 സമം 51 എന്ന് പെട്ടെന്ന് കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ഈസി ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ 1 സെക്കൻഡ് കൊണ്ട് ബബിൾ ചെയ്യേണ്ട ഒരേ താമസം മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1100നോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണ് ഒരു പൂർണ്ണ വർഗ സംഖ്യ ലഭിക്കുന്നത്? അത് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചിന്തിക്കുക, 1100 എന്നുള്ള നമ്മുടെ നമ്പറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ 4 അക്കമുള്ള പെർഫെക്റ്റ് സ്ക്വയർ എവിടെയാണ് വരുന്നത്? അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നോക്കുക, 30ൻ്റെ സ്ക്വയർ എന്താണ്? 900 ആണ് അല്ലേ? ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന ആരാണ്? 40ൻ്റെ സ്ക്വയർ, അത് 1600 ആണെന്ന് നമുക്കറിയാം.
അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഞാൻ ആ നടുക്കുള്ള എന്ത് ചെയ്യുന്നു, ഒരു 35 എടുക്കുന്നു. 35ൻ്റെ സ്ക്വയർ. 35ൻ്റെ സ്ക്വയർ പെട്ടെന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചിന്തിക്കുക, 30 + 5 ദ ഹോൾ സ്ക്വയർ എന്ന് കാണാം. a + b ദ ഹോൾ സ്ക്വയർ എന്താണ്, a² + b² + 2ab എന്നുള്ള ഫോർമുല ഉപയോഗിച്ചാൽ മതി. കാരണം നമുക്കറിയാം 30ൻ്റെ സ്ക്വയർ എത്രയാണ്, 900. 5ൻ്റെ സ്ക്വയർ എത്രയാണ്, 25. 2 × a × b എന്ന് പറഞ്ഞാൽ 30 × 2 × 5, 30 × 10 എത്ര വരും, 300 എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കുക, 5 2 9 3 എത്ര വരും, 9 1 10, 1225 എന്ന് വരും. അപ്പോൾ 1225 എന്ന് പറഞ്ഞാൽ 1100 തൊട്ടടുത്ത്. അപ്പോൾ 34ൻ്റെ സ്ക്വയർ നമ്മൾ നോക്കാം. 34ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം, 30 + 4 + 4 ദ ഹോൾ സ്ക്വയർ കണ്ടാൽ മതി, 900. പിന്നെ ഇവിടെ 8, പിന്നെ എന്ത് വരും, 30 × 2 × 4, 30 × 8 എത്ര വരും, 240 എന്ന് വരും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്രയാണ് വരുന്നതെന്ന് നോക്കിക്കേ. ഇവിടെ ചെറിയൊരു കാര്യമുണ്ട്. നമുക്ക് 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 അല്ലേ, 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 16 ആണ്. അപ്പോൾ ഇവിടെ 16 വരും, ഇവിടെ 6 വരും, 5 വരും, 11 വരും. അപ്പോൾ നോക്കുക, 1156. 1100നോട് എത്ര കൂട്ടിയാലാണ് 1156? നോക്കി, ഇത് രണ്ടും അടുത്തടുത്തല്ലേ, 1100ഉം 1156 എത്രയാണ്, വെറും 56 കൂട്ടിയാൽ മതി. അതായത് ഓപ്ഷൻ എ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. അതായത് വളരെ ലളിതമായിട്ട്, ഇത്രയും വലുതായിട്ട് ചിന്തിക്കേണ്ട. 35 എന്നുള്ള ഇതൊക്കെ മനസ്സിൽ കണ്ടാൽ മതി. നിങ്ങൾ ഈ 35ൻ്റെ സ്ക്വയർ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ പെട്ടെന്ന് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ അത് എവിടെയാണ്, 1100 തൊട്ടടുത്താണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ നിൽക്കുന്ന നമ്പർ വീണ്ടും 1100 അടുത്താണെന്ന് നോക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അതായത് വർഗ്ഗങ്ങളെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ, ഇങ്ങനെ വലിയ അക്കങ്ങൾ തരുമ്പോൾ വർഗ്ഗങ്ങൾ പെട്ടെന്ന് കാണാനുള്ള ഷോർട്ട് കട്ട് ഫോർമാറ്റ് ചിന്തിച്ച് വെക്കുക. ഓക്കെ ആണേ, ക്ലിയർ ആണേ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഇവിടെ 0 7 26 63 124 എന്നിങ്ങനെയാണ് പോകുന്നത് അല്ലേ. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 0 പെട്ടെന്ന് 7 ആയി, 7 പെട്ടെന്ന് 26 ആയി, 26 പെട്ടെന്ന് 63 ആയി, 63 പെട്ടെന്ന് 124 ആയി. സ്ക്വയറോ ക്യൂബോ എന്തോ ഒന്ന് ഇതിൻ്റെ അകത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇവിടെ 1ാം സ്ഥാനം, ഇത് 2ാം സ്ഥാനം, ഇത് 3ാം സ്ഥാനം, ഇത് 4ാം സ്ഥാനം, ഇത് 5ാം സ്ഥാനം അല്ലേ. 1 0 ആയത് നോക്കിക്കേ, 1ൻ്റെ ക്യൂബ് എടുത്ത് വെക്കുക. 1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ 1 0 വന്നാൽ 1ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ച് നോക്കിക്കേ, 0 കിട്ടും. അപ്പോൾ അടുത്തത് അങ്ങനെ വരുന്നുണ്ടോ നോക്കുക. 2ൻ്റെ ക്യൂബിൽ നിന്നും, 2ൻ്റെ ക്യൂബ് 8 ആണ്, 8 7 ആവാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 8ൽ നിന്ന് 1 കുറച്ചാൽ മതി. 2ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചാൽ 7 കിട്ടും അല്ലേ. 8 - 1. ഇനി നോക്കുക, 3ൻ്റെ ക്യൂബ് എന്ന് പറയാൻ എത്രയാണ്, 3ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചാൽ 27ൽ നിന്നും 1 പോയാൽ 26 കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത് നോക്കുക, 4ൻ്റെ ക്യൂബിൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 63 കിട്ടുന്നുണ്ടോ. 4ൻ്റെ ക്യൂബ് എത്രയാണ്, 64 ആണ്. 64 1 പോയാൽ 63 കിട്ടുന്നുണ്ട്. 5ൻ്റെ ക്യൂബ് എന്ന് പറയാൻ 125 ആണ്. അതിൽ നിന്നും 1 കുറച്ചാൽ എത്ര കിട്ടുന്നുണ്ട്, 124 കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത് എന്തായിരിക്കും, 6ാം സ്ഥാനത്തിരിക്കുന്ന ആൾ എന്തായിരിക്കും, 6ൻ്റെ ക്യൂബിൽ നിന്നും 1 കുറച്ചാൽ മതി. ഓക്കെ ആണ്, 6ൻ്റെ ക്യൂബിൽ നിന്നും 1 കുറച്ചാൽ മതി. 6ൻ്റെ ക്യൂബ് എത്രയാണ്, 216ൽ നിന്നും 1 കുറച്ചാൽ 215. ഓപ്ഷൻ എ ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. വ്യക്തമായിട്ടും എന്ത് പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു വരാം. ഇവിടെ നോക്കുക, ഇവിടെ വ്യക്തമായിട്ടും ഞാൻ പറഞ്ഞു, ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ സീൽ പൊട്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിൻ്റെ റഫ് സ്പേസിൽ ABCD നിങ്ങൾക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം അവിടെ ലാഭിക്കാൻ പറ്റും. ഈ ചോദ്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ ആണേ. അപ്പോൾ അതാ നോക്കുക, ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, A മുതൽ Z വരെ എഴുതി വെച്ചു. ഇനി നോക്കുക, കിങ് എന്നുള്ളത് കിങ് എന്ന് പറയുന്നത് GEJC ആയി. അതായത് കിങ്ങിൻ്റെ K എങ്ങോട്ടാണ് പോയത്, ജിയിലേക്ക് പോയി. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിക്കുക, അടുത്തത് I എങ്ങോട്ട് പോയി, I എന്ന് പറയുന്നത് എങ്ങോട്ടാ പോയ, ഇയിലേക്ക് പോയി. ഇപ്പം നമുക്ക് നോക്കാം, ഇവരുടെ 2 പേരുടെ ഇടയിൽ എത്ര പേരുണ്ട്, 3 പേര് അല്ലേ. ശരി, ഇനി നോക്കുക, ഈ Iക്കും ഇക്കും ഇടയിൽ എത്ര പേരുണ്ട്, 3 പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. അതായത് കെയിൽ നിന്നും പുറകോട്ട് നാലാമത് നിൽക്കുന്ന ആളാണ് G, ഐയിൽ നിന്നും പുറകോട്ട് 4ാമത് നിൽക്കുന്ന ആളാണ് E, എന്നിൽ നിന്നും പുറകോട്ട് 4ാമത് നിൽക്കുന്ന ആരാണ്, 1 2 3 4 J ആണോ, അതാ J ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആശയം മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ലോഡ് എന്നുള്ള സാധനം എഴുതാം. എല്ലിൽ നിന്നും പുറകോട്ട് 4ാമത് 1 2 3 4 ആരാണ്, H. ഓയിൽ നിന്നും പുറകോട്ട് 4ാമത് 1 2 3 4 ആരാണ്, K. ഇവിടെ തന്നെ ആൻസർ ഉറപ്പിക്കാം, Hഉം Kയും വരുന്ന ഒരേ ഒരു സാധനമുള്ളൂ, ഓപ്ഷൻ സി. എന്നാലും 6ഉം കൂടെ ഒന്ന് നോക്കിയേക്കാം, 1 2 3 4 N.
ഓക്കെ, HKNZ. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഏതായിരിക്കും? ഡി 1 2 3, ഇത് 3 വരെ ഉള്ളൂ, നാലാമത് എങ്ങോട്ട് വരണം? അവസാനത്തേക്ക് വരണം, അങ്ങനെയാണ് ഇസഡ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ HKNZ എന്നുള്ളതായിരിക്കും ഉത്തരം. ലളിതമായിട്ട് ചിന്തിക്കണം, അതുപോലെ ശ്രദ്ധിച്ച് ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള ലൂപ്പ് ഹോള് കടന്നു കിട്ടും അവിടെ നിന്ന്. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്നും, അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് സ്ഥലങ്ങളെ പറ്റി അറിയണം. ഇതെന്താണ്? ഇത് തെക്ക്, ഇത് കിഴക്ക്, ഇത് വടക്ക്, ഇത് പടിഞ്ഞാറ്. ഓക്കെ, എ എന്ന സ്ഥലത്ത് നിന്നും നേരെ കിഴക്കോട്ട് 5 കിലോമീറ്റർ, കിഴക്കോട്ട് 5 കിലോമീറ്റർ ഒരാൾ സഞ്ചരിച്ച ശേഷം അവിടെ നിന്ന്, അപ്പോൾ ഇവിടെ എത്തി, ഇവിടെ നിന്ന് തുടങ്ങിയ ആൾ എവിടെ എത്തിയിടാ? അതാ ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഇനി എന്താ ചെയ്യുന്നത്? അവിടെ നിന്ന് നേരെ വടക്കോട്ട് അദ്ദേഹം എത്ര കിലോമീറ്റർ നടക്കുന്നു? ഒരു 3 കിലോമീറ്റർ നടന്നു. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെയാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും അവിടെ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് 1 കിലോമീറ്റർ സഞ്ചരിച്ചു, 1 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും, അപ്പോൾ എവിടെ നിന്ന്? എയിൽ നിന്നും തുടങ്ങി അദ്ദേഹം എവിടെ എത്തിച്ചേർന്നു? ബിയിൽ എത്തിച്ചേർന്നു. എങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയാൻ അങ്ങോട്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ഒരു ട്രയാങ്കിൾ കിട്ടും. ഇത് ഈ ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 3 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പം ഈ ഡിസ്റ്റൻസ്, ഈ പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയാൻ എത്രയായിരിക്കും? 5ൽ നിന്ന് 1 പോയാൽ 4 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സുന്ദരമായിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. 4 3. ഈ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ ഏത് നിയമമുണ്ട്? നമുക്ക് പൈതഗോറസ് തിയറം ഉണ്ട്. എന്താണ്? 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത്. 16ഉം 9ഉം എത്ര വരും? 25. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 25 = 5. അതായത് ഇതെന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ. അതായത് എയിൽ നിന്നും ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 5 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ ഇത് കൃത്യമായിട്ടും എഴുതാനുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഒരു ക്യൂ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒരു ക്യൂവിൽ അരുൺ എന്ന് പറയുന്ന വ്യക്തി മുന്നിൽ നിന്നും 17ാമതാണ്. ഓക്കെ ആണല്ലോ? മുന്നിൽ നിന്നും 17ാമത്, ഇവിടെയാണ് നമ്മുടെ അരുൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അരുണിൻ്റെ പുറകിൽ എത്ര പേരുണ്ട്? മുന്നിൽ നിന്നും 17ാമതാണെങ്കിൽ അരുണിൻ്റെ മുന്നിൽ എത്ര പേര് നിൽപ്പുണ്ട്? 16 പേർ നിൽപ്പുണ്ട്. ഓക്കെ അല്ലേ? ഇനി പുറകിൽ നിന്നും എത്രയാണടാ? 33ാമത്. ഓക്കെ, 33 എന്ന് പറയുമ്പോൾ അരുണിൻ്റെ പുറകിൽ അപ്പോൾ എത്ര പേരുണ്ട്? 32 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യൂവിൽ മൊത്തം എത്ര പേരുണ്ടെന്നാണ്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ 16 പേര്. പിന്നെ നമ്മുടെ അരുൺ വന്നു. അരുൺ കഴിഞ്ഞിട്ട് പിന്നെ എത്ര പേരുണ്ടാ? 32 പേര്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. എത്ര വരും? 16 17ഉം 32ഉം 49 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ ആണേ? ക്യൂവിൻ്റെ ചോദ്യം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേടാ? ശരി, ഇനി അടുത്ത ചോദ്യം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞാണ്, ഈ ഇടയായി PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്. അവനെ കളഞ്ഞിട്ട് PSC റീസെൻ്റ്ലി ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്ത്? എക്സ്പോണൻസിന് കൃത്യമായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. ഒരു മാർക്ക് നിങ്ങളെ തീർച്ചയായിട്ടും തേടി വരും. അപ്പോൾ ഇവിടെ നോക്കിയാൽ മക്കളെ, x⁻12 x by y all raised to m എന്ന് പറഞ്ഞാൽ x⁻m/y⁻m ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. y⁻12 ഇൻറ്റു y⁻24 ഇൻറ്റു ഈ ഡോട്ടിന് ഉദ്ദേശിക്കുന്ന ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്നാണ് കേട്ടോ. എക്സ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം x ഇൻറ്റു y എന്ന് തന്നെയാണ്. ഇനി x⁻m ദ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ x⁻m ഇൻറ്റു n എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? z⁻3 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 12 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ അടി കിടക്കുന്നതും മേളിൽ കിടക്കുന്നതും വെട്ടിക്കളയാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ഈ മേളിൽ കിടക്കുന്നതെന്നും അടി കിടക്കുന്ന നമ്പർ കുറച്ച് കളയുക. അപ്പോൾ x⁻12 ഇൻറ്റു y⁻24 നിന്ന് 12 പോയാൽ എത്ര വരും? 12 ഇൻറ്റു z⁻12. ഇത് നിങ്ങൾക്കറിയാം a⁻m ഇൻറ്റു b⁻m ഇൻറ്റു c⁻m എന്ന് പറഞ്ഞാൽ a ഇൻറ്റു b ഇൻറ്റു c ഓൾ റേസ് ടു m ആണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ പറ്റും? x ഇൻറ്റു y ഇൻറ്റു z ഓൾ റേസ് ടു 12 എന്ന് എഴുതാം. അതായത് ഓപ്ഷൻ സി ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ചോദ്യങ്ങളുടെ രീതി വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ റിവിഷനിൽ നിങ്ങൾ പഠിക്കുമ്പോഴും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും നമുക്ക് മൂല്യവർദ്ധിത ചോദ്യങ്ങളുമായി കാണാം. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ്, ഈ ക്ലാസ്സിനെ പറ്റി എന്ത് തോന്നുന്നു, എന്ത് കമൻറ്റും ആയിക്കോട്ടെ, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. അപ്പോൾ എല്ലാ ആശംസകളും. നന്നായി പരീക്ഷ എഴുതുക. എത്രയും വേഗം നല്ല ജോലി നിങ്ങളെ തേടിയെത്തട്ടെ. ബൈ.